ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിതീഷ് എഴുതിയിരിക്കുന്നതിന് മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിതീഷ്, യഥാർത്ഥ പേരല്ല. ഞാൻ വിവാഹിതരാണ്. 2 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മകനായി. ഭാര്യയുടെ വീട്ടിൽ ഭാര്യയുടെ ചേച്ചി, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. ഭാര്യയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. അവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവരും താമസിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഒരു കുട്ടിയുമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയായി. ഇപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. മാഡം, ഒരു 3 മാസത്തിന് മുമ്പാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോഴുണ്ട് എൻ്റെ അമ്മായിമ്മ ഒരു ബാഗുമായി എൻ്റെ വീട്ടുമുറ്റം നിൽക്കുന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റിയെന്ന്. അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ആ വീട്ടിൽ ഇനി താമസിക്കാൻ വയ്യ. ഒരു 3-4 മാസം എന്നെ ഇവിടെ താമസിപ്പിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലത്തോ പോയി നിന്നോളാം. എനിക്ക് തൽക്കാലം അവിടെ പോയി നിൽക്കാനുള്ള ഒരു പരിചയമില്ല. നിങ്ങൾ 2 പേരും കൂടെ എന്നെ അവിടെ കൊണ്ടാക്കണമെന്ന്. ഭാര്യ ചോദിച്ചു, എന്താ പറ്റിയത്? അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ അച്ഛന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഞാനത് കണ്ടുപിടിച്ചു. ഈ വയസ്സാങ്കാലത്ത് അച്ഛൻ എവിടാ ബന്ധം? അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ബന്ധത്തെക്കുറിച്ച് അറിയില്ലേ? എനിക്കൊന്നും അറിയില്ല. ആഹാ, പക്ഷെ നിൻ്റെ ചേച്ചിക്ക് അറിയാമല്ലോ. ചേച്ചിക്ക് എന്തറിയാമെന്ന്? ഇടീ, അവൾ മതിലിനോട് ചേർന്ന് തൊട്ടടുത്താണ് വീട് വെച്ച് താമസിക്കുന്നത്. അതൊരു ആശ്വാസമാകുമെന്ന് കരുതി. പക്ഷേ സ്വന്തം അച്ഛൻ ഒരു പെണ്ണിനെയും കൊണ്ടോട് വരുമ്പോഴേക്കും അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു മോളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിനക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കൊന്നും അറിയില്ലെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാനും അവളും കൂടെ ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ചേച്ചി അബദ്ധം പറ്റിയതുപോലെയാണ് സംസാരിച്ചത്. അത് പിന്നെ അച്ഛന് വേറെ സ്ത്രീയായിട്ട് 5-6 വർഷമായി ഒരു ബന്ധമുണ്ട്. അവരുമായിട്ട് ഒരു പ്രേമം പോലെയായിരുന്നു. ഒരു ദിവസം ടൗണിൽ വെച്ചിട്ടാണ് ഞാൻ 2 പേരെയും കാറിൽ കണ്ടത്. ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതാണ് പ്രശ്നമെന്ന്. ഞാൻ അച്ഛനെ വാൺ ചെയ്തതാണ്. അപ്പോൾ അച്ഛനാ പറഞ്ഞത്, അമ്മ ഇപ്പോൾ കുറേ വർഷമായിട്ട് അച്ഛനെ ശ്രദ്ധിക്കുന്നില്ല. അച്ഛൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുമായി അടുത്ത് ചെല്ലുമ്പോഴേക്കും അകന്നു മാറുകയാണ്. അങ്ങനെ നിന്നപ്പോൾ അറിയാതെ ആ സ്ത്രീയോട് ഒരടുപ്പം തോന്നിയതാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. പിന്നീട് ആ സ്ത്രീയെ ഞാൻ പരിചയപ്പെട്ടു അച്ഛൻ മുഖാന്തരം. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, ആ സ്ത്രീ വന്നിരുന്ന സമയത്ത് അമ്മ കയറി വന്നാണ് പ്രശ്നമായത്. അച്ഛനും അവരും കൂടി അവിടെ മുൻവശത്ത് ഒരു സോഫയിൽ ഇരിക്കുമായിരുന്നു. 2 പേരും കൂടെ എന്താ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അമ്മ ഇത് കൈയോടുകൂടി കണ്ടുപിടിച്ചു. ആ സമയത്ത് അച്ഛൻ തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ അവിടെ വലിയ വഴക്കും വക്കാണോ ഒക്കെയായി. അതുകൊണ്ടാണ് അമ്മ ബാഗുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങൾ 2 പേരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണ് അമ്മ, പക്ഷേ ഞങ്ങളെ തെറി വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴുണ്ട് എൻ്റെ അമ്മ അമ്മായിയമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, ആണുങ്ങളല്ലേ, അങ്ങനെയൊക്കെ തോന്നും, പോട്ടെ, നമുക്ക് ശരിയാക്കാം. പുള്ളിയെ ഞാനും വിളിക്കാം, മോനെ കൊണ്ട് വിളിപ്പിക്കാം, മോളെ കൊണ്ട് വിളിപ്പിക്കാം എന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ 2 പേരും കൂടെ ചെന്നിരുന്നിട്ട് ഈ കഥ അങ്ങ് ചോദിച്ചു. ചേച്ചി പറഞ്ഞല്ലോ അച്ഛനുമായിട്ട് അമ്മയ്ക്ക് യാതൊരു അടുപ്പവുമില്ല, ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഏതൊരു സ്ത്രീയുമായിട്ട് അച്ഛന് അടുപ്പം ഉണ്ടാകേണ്ടി വന്നത്. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് അമ്മ തന്നെയല്ലേ എന്ന് ഞാൻ അമ്മായിയോട് ചോദിച്ചു. മോനെ, നട്ടാൽ ക്ലർക്കാത്ത നുണയാണ് അയാൾ പറഞ്ഞത്. അയാളുടെ കൂടെ ആ വീട്ടിനകത്തല്ലേ താമസം. ഇന്ന് വരെ ഇപ്പോൾ ഒരു 5-6 വർഷമായി എന്നോട് അങ്ങനെ ഒരു രീതിയിലും ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേർക്ക് മുട്ടിന് വേദന, തലവേദന, അത് ഇത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതിൽ കൂടുതൽ ഞാൻ പറയണോ? നിങ്ങൾ 2 ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എൻ്റെ അമ്മയെ ചൂണ്ടിട്ട് പറഞ്ഞു, ചേച്ചിയും ഒരു ഭാര്യയല്ലേ, ചേച്ചിക്ക് ഇതറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞങ്ങളുടെ മുഖത്ത് നോക്കാതെ തല കുനിച്ചു. എൻ്റെ അമ്മയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ഇത്തിരി നാണമുള്ള കൂട്ടത്തിലാണ്. ഷോ, എന്ത് നാണം കെട്ട കഥകളാണ് ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ തലയിൽ കൈവച്ചു. ചേച്ചിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മോനോട് പറയാം, എന്നെ എവിടെയെങ്കിലും കൊണ്ട് ലേഡീസ് ഹോസ്റ്റലോ മറ്റോ വിടാൻ. എന്തായാലും ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാര്യയുടെ ഇഷ്ടംപോലെ റൂമുണ്ട്. ഒരാൾക്കൂടെ വെച്ച് വിളമ്പാന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ല. അതല്ല പ്രശ്നം. എന്നാലും നിങ്ങൾ തമ്മിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ പിണങ്ങേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ? കണ്ണിൽ ഞാൻ കാണുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവരവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമുണ്ടാക്കിയ സംഗതി എന്താണെന്ന് അറിയാമോ? എൻ്റെ മകൾ തന്നെ അച്ഛൻ്റെ കാമുകയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതമ്മ സഹിക്കും? അതാണ് ഇറങ്ങിപ്പോയത്. അവരെല്ലാവരും കൂടി അവിടെ കുമ്മിയടിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയെ കണ്ണു കാണിച്ചു, ഒന്നും പറയണ്ട,
വേണ്ട, ഒന്ന് അടങ്ങട്ടെ എന്ന്. അങ്ങനെ അമ്മായിമ്മ ഞങ്ങളുടെ വീട്ടിൽ താമസം ആരംഭിച്ചു. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര വിഷാദമായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ അടുത്ത് ചെന്ന് വാ, എൻ്റെ കൂടെ അടുക്കളയിൽ വാ, അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് പഴയ വിധത്തിലാക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് അടുപ്പമുണ്ടെങ്കിലും എൻ്റെ ഭാര്യയോടത്ര അടുപ്പം ഇപ്പോഴില്ല. കാര്യം ചേച്ചി അനിയത്തിയും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നാണ് പറയുന്നത്. അച്ഛനോട് 2 പെൺമക്കൾക്കും പണ്ടേ സ്നേഹം കൂടുതലാണത്രേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, പെട്ടെന്ന് കിട്ടിയൊരടിയല്ലേ. എൻ്റെ അച്ഛനാണെങ്കിൽ മാസത്തിൽ ഒരിക്കലേ വരികയുള്ളൂ, അതും 5 ദിവസം. കാരണം പുള്ളി എക്സ് സർവീസായിരുന്നു. ഇപ്പോൾ വലിയൊരു സെക്യൂരിറ്റി ഓഫീസിൽ സെക്യൂരിറ്റി ചീഫായിട്ട് നിൽക്കുകയാണ്. സ്റ്റാഫുകളുടെ നിയമനങ്ങളും അതൊക്കെ നോക്കേണ്ട ആളാണ്. അതുകൊണ്ട് 5 ദിവസം കറക്റ്റായിട്ട് വന്ന് താമസിക്കും. അത് കഴിഞ്ഞ് പുള്ളി പോവുകയും ചെയ്യും. അമ്മായിമ്മ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അതുവരെ ഒന്നും പറഞ്ഞില്ല. പുള്ളിയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ടെൻഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മായിമ്മയെ വിളിച്ച് എൻ്റെ അച്ഛൻ ഒത്തിരി ഉപദേശിച്ചു. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം, പുള്ളിക്ക് പറ്റിയ അബദ്ധമായിരിക്കും, ഞാനും വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മായച്ചനോട് അച്ഛൻ സംസാരിച്ചു. അപ്പോഴും സെയിം സംഗതികളൊക്കെ തന്നെ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. അമ്മായിമ്മ പറഞ്ഞത് അമ്മായിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്ന്, അമ്മായിച്ചൻ പറഞ്ഞത് അമ്മായിമ്മ ശ്രദ്ധിക്കുന്നില്ലെന്നാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാ ശ്രദ്ധിക്കാത്തതെന്ന് ആർക്കറിയാം. ഒരു ദിവസം രാത്രി ഞാൻ ഭാര്യയോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ എന്താ പ്രശ്നം? 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്ത് കാണും. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായതല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ചൂടായി. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതാണല്ലേ? അല്ലെങ്കിലും ആണുങ്ങൾ എങ്ങനെയാണ്? കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്കും എന്നെ മടുക്കൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് സാധാരണ അങ്ങനെയല്ലേ കണ്ടുവരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ മടുക്കും. ഞാൻ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഓ നിന്നെ മടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതെന്താ അങ്ങനെ? അല്ല, നീ എല്ലാ കാര്യങ്ങൾക്കും നന്നായി ഒത്തു നിൽക്കില്ലേ? എന്ത് വേണമെങ്കിലും നീ റെഡിയാണ്. പിന്നെ ഞാനെന്തിനാണ് വേറെ ആൾക്കാരെ തേടി പോകുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. ചിലപ്പോൾ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മ നിന്ന് കാണില്ല, അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അച്ഛൻ നിന്ന് കാണില്ല, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആശ്വസിച്ചു. ചിലപ്പോൾ അതായിരിക്കാം, എനിക്കിതൊന്നും അറിയില്ല. 2 പേരും ഒരുമിച്ചല്ലേ കിടക്കുന്നതും. അപ്പം ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ആക്ച്വലി ഈ വിഷയമൊന്നും എനിക്കറിയില്ല. എടി, എന്നാൽ എനിക്കൊരു സംശയമുണ്ട്. ചേച്ചി എന്തിനാണ് സ്വന്തം അച്ഛൻ്റെ അവിഹിതമായൊരു ബന്ധം സപ്പോർട്ട് ചെയ്യുന്നത്? ആ സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്, ചായയൊക്കെ കൊടുക്കുന്നത്, അതിനെന്തൊരു ദുരൂഹതയുണ്ട്? എന്താ ചേട്ടാ ദുരൂഹത? അല്ല, നിൻ്റെ ചേച്ചിയും ഭർത്താവ് ഇല്ലാതെ ഇവിടെ നിൽക്കുകയല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ചേച്ചിക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്, അത് അച്ഛനറിയാം. അച്ഛൻ്റെ സെറ്റപ്പ് ചേച്ചിയെ അംഗീകരിച്ചു കൊടുക്കുന്നല്ലേ? ആഹാ, നീ മിടുക്കിയാണല്ലോ. ഞാൻ മനസ്സിൽ കാണുന്നതിന് മുമ്പ് നീ വിശദമായി മാനത്ത് കണ്ടല്ലോ എന്ന്. ഒന്ന് പോത്ത് ഒന്ന് ദിവസം പറയാതെ. അല്ലടി, എന്തോ ഒരു ദുരൂഹതയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നീ ആയിരുന്നെങ്കിൽ അച്ഛൻ്റെ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തേനെ? ഞാനായിരുന്നെങ്കിൽ വഴക്കുണ്ടാക്കിയേനെ. എന്നിട്ടെന്താ നിൻ്റെ ചേച്ചി വഴക്കുണ്ടാക്കാതെ ആരോടും പറയാതെ ഇതെല്ലാം അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ആ വീട്ടിലെന്തോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറഞ്ഞു, ശരിയാ ചേട്ടാ, ചേച്ചിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതെനിക്കറിയാം. ചേച്ചി എന്നേക്കാൾ 4 വയസ്സിന് മൂത്തല്ലേ. ഞങ്ങളുടെ അവിടെ ഒരിക്കൽ പണിക്കാരന്മാരുണ്ടായിരുന്നു. എന്ത് പണിക്കാരന്മാർ? അത് അവിടുത്തെ പറമ്പിൽ പണിക്ക് വന്നതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അല്ല, അതിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അവനും ചേച്ചിയുമായിട്ട് അരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. തേങ്ങയും വിറകൊക്കെ വെക്കുന്ന പഴയ വീടിൻ്റെ ബാക്കിഭാഗമായ ഒരു ഭാഗം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ദിവസം ആ ചെക്കനും ചേച്ചിയും കൂടെ അതിനകത്ത് ചില ലീലാവിനോദങ്ങൾ അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ശബ്ദമുണ്ടാക്കി നശിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ ഒന്നുമില്ലായിരുന്നു, തേങ്ങാ പൊതുക്കിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ തേങ്ങാ പൊതിയല്ല നടന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയിച്ചേട്ടാ. ഞാനത് കണ്ടതാണ്. ശരിക്കും അവർ ക്ലൈമാക്സിലേക്ക് അടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാനത് നശിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, നിൻ്റെ ചേച്ചി നിന്നെ ശപിച്ച് കാണും. അന്ന് തൊട്ടായിരിക്കും പുള്ളിക്കാരി എന്നോട് രഹസ്യങ്ങളൊന്നും പറയാറില്ല. ഞാൻ ആ കാര്യം ചോദിച്ചപ്പോഴൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഒരു രഹസ്യങ്ങളും എന്നോട് പറയില്ല. അപ്പം ബെസ്റ്റ്. നിൻ്റെ ചേച്ചിയും നിൻ്റെ അച്ഛനും 2 ഒരേ മുഖത്തിൽ കെട്ടി കാളയായിട്ട് അടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു കാളവണ്ടിയാകും. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അവിടെ എന്തോ ദുരൂഹതയുണ്ട്. ചേച്ചിക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് അച്ഛൻ്റെ ബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്തെങ്കിലും ആകട്ടെ. ഇനിയിപ്പം അമ്മ ഇത് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ റീയൂണിയൻ ചെയ്യിപ്പിക്കും? അമ്മ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എനിക്കൊരു പിടിയുമില്ല. ഇവിടെ എത്ര നാൾ താമസിപ്പിക്കുന്ന അറിയില്ല. അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, കുറേ നാൾ അവിടെ നിൽക്കട്ടെ, 6 തണുക്കോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ ആ തീരുമാനത്തിലായി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും പറയാനും ഒന്നും പോയില്ല.
പക്ഷേ അമ്മായിമ്മ വന്നതിൽ പിന്നെ എൻ്റെ അമ്മയും ഉത്സാഹവതിയാണ്. രണ്ടുപേരും കൂടി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുക, അവിടെ പോവുക, ഇവിടെ പോവുക, കറങ്ങാൻ പോവുക ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ അമ്മയാണെങ്കിൽ അങ്ങനെ പുറത്തു പോകാൻ അധികം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ഒന്നും അധികം വരികയില്ല. പക്ഷേ അമ്മായിയമ്മ യാത്രപ്രിയയാണ്. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയും കൂടെ പോകും. അവരുടെ കാര്യത്തിൽ ഞങ്ങൾ കൈ കടത്താറില്ല. ഒരു ദിവസം അവർ അമ്പലത്തിലാണെന്ന് പറഞ്ഞ് പോയതാണ്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 5:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാറിൽ ഒരു ചെക്കനാണ് ഇവർ രണ്ടുപേരെയും ഡ്രോപ്പ് ചെയ്തത്. ഞാനപ്പോൾ അവിടെ ചോദിച്ചു, ഇതാരാണെന്ന്. അതെ, എനിക്കറിയില്ല, ഇവൾക്കറിയാവുന്ന ഒരു പയ്യനാണ്, ഇവളുടെ കൂട്ടുകാരുടെ മോനാണ് എന്ന് പറഞ്ഞ് രണ്ടമ്മമാരും അങ്ങ് കയറിപ്പോയി. അത് ശരിയായിരിക്കാം, അവർക്ക് ലിഫ്റ്റ് കൊടുത്തായിരിക്കാം. സാധാരണ അവർ ലോക്കൽ ബസ്സിനൊക്കെയാണ് പോയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ. ഇതിപ്പോൾ ഒരു കാർ കിട്ടിയല്ലോ, നല്ല കാര്യം എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, മോനെ നീ ഈ ഫേസ്ബുക്കിലെ ആ ഗ്രൂപ്പ് കണ്ടോടാ, ആ പേജ്. അവിടെ തീർത്ഥയാത്ര പോകുന്നുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തെ ടൂറുകളൊക്കെ ഉണ്ട്. ഒരു 3 ദിവസത്തെ ടൂറിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയാലെന്ന് വിചാരിക്കുകയാണ്. ബുക്ക് ചെയ്യട്ടെ മോനേന്ന്. നല്ലതാ കേട്ടോ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ്, അവിടെ പ്രായമുള്ളവരാണ് കൂടുതലും പോകുന്നത്. അവർ നല്ല റിവ്യൂ ഉള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കുട്ടിയുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും ബുക്ക് ചെയ്തു. എന്നിട്ട് പോവാണെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാണ് വന്നിട്ട്. പക്ഷെ അവർ പറഞ്ഞില്ല, മോനെ 3 മണിയാകുമ്പോഴേക്കും പോകും, നീ വരുമ്പോഴേക്കും 5:30 ആകില്ലേ, ഞങ്ങൾ ഓട്ടോ പിടിച്ച് പൊക്കോളാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയെന്ന് ഭാര്യ വന്നപ്പോൾ പറഞ്ഞു. നല്ല കാര്യം, ഇടയ്ക്ക് ഞാൻ വിളിച്ചു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഒരമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആ അമ്പലത്തിൽ വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ സ്റ്റേ, അടുത്ത ദിവസം തമിഴ്നാട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. പിന്നെ അവർ സേഫായിട്ടുള്ളൊരു സ്ഥലത്താണല്ലോ എന്നോർത്ത് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല. 2-2.5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ ടൂർ കഴിഞ്ഞ് വരികയും ചെയ്തു. എവിടെയൊക്കെയാണ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും അമ്പലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തില്ലെന്ന്. അവിടെ എല്ലാം ഞങ്ങൾ ഒന്നീ ബസ് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ റൂം വെച്ചിട്ട് പോകും. സേഫ് അല്ലേ, അല്ലാതെ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിനകത്തൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങളും അതിനെക്കുറിച്ച് ഒന്നും അങ്ങോട്ട് കൂടുതൽ ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് ഒരു ദിവസം ഭാര്യനോട് പറഞ്ഞു, ചേട്ടാ അന്ന് പോയ ടൂർ ഗ്രൂപ്പില്ലേ, അവരുടെ പേജിൽ കൂട്ടയാത്രയുടെയൊക്കെ ഫോട്ടോസ് അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഇവർ പോയെന്ന് പറഞ്ഞ ടൂറിൽ ഇവരുടെ ഫോട്ടോ മാത്രം കാണാനില്ല. എന്തായാലും ഇതിലെന്തോ ദുരൂഹതയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിടി, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ അമ്മയുടെ മൊബൈലൊക്കെ ഒന്ന് പരത്, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും. നിനക്കല്ലേ അവരുടെ പാസ്വേഡ് അറിയാവൂ. അതുമാത്രമല്ല അമ്മയുടെ കാര്യം ഞാനും നോക്കാം. രണ്ടുപേരുടെയും മൊബൈൽ രഹസ്യമായി നോക്കിയിട്ട് മതി നമുക്ക് വളഞ്ഞിട്ട് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തോ കാര്യമുണ്ട് കേട്ടോ, വഴിവിട്ട് എന്തോ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഭാര്യയും അത് സമ്മതിച്ചു. അങ്ങനെ ന്യൂട്രൽ 2 ദിവസമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ മൊബൈലുകൾ ചെക്ക് ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു മാഡം. അന്ന് ഇവരെ കൊണ്ടുവിട്ടില്ലേ, ആ ചെക്കനും എൻ്റെ അമ്മയും കൂടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന 2-3 ഫോട്ടോകൾ മാത്രമാണ് എൻ്റെ അമ്മയുടെ മൊബൈൽ ഉണ്ടായിരുന്നത്. അത് ഏതോ ഹിൽ സ്റ്റേഷനാണ്, നെല്ലിയാമ്പതിയോ മറ്റുമാണ്. പക്ഷേ അവളുടെ അമ്മയുടെ മൊബൈലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അവൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. എല്ലാം അവൾ പകർത്തിയെടുത്തിരുന്നു. അതിൽ വീഡിയോസ് ഉണ്ട്. 2 ചെക്കന്മാരുടെ കൂടാണ് അമ്മയും അമ്മായിയമ്മയും കൂടെ ടൂറ് പോയത്. ഒന്ന് ഞാൻ കണ്ട ചെക്കനാണ്, ഒന്ന് അവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ ഞാൻ കണ്ട വീഡിയോ എനിക്ക് തലകറക്കമുണ്ടാക്കി. അതായത് എൻ്റെ അമ്മയുടെ മുഖം ഇല്ല, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്ത് വീഡിയോ എടുത്തിരിക്കുകയാണ്. വീഡിയോയിൽ ചെക്കന്മാർക്ക് 2 പേർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് എൻ്റെ അമ്മായിയമ്മയാണ്. അമ്മയെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. കുറേ നാളായില്ലേ, എല്ലാം ശരിയാകും, നീ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എടി റിസ്ക് ആണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പിന്നെ റിസ്ക് ഒക്കെ നിങ്ങൾക്ക് റിസ്ക് പോലെയുള്ളൂ. എത്ര നാളായി നിങ്ങളുടെ ഭർത്താവ് അങ്ങേരെ എവിടെയോ പോയി സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മാസത്തിലൊരിക്കൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അമ്മ, ഇല്ല. എങ്കിൽ പിന്നെ ഈ 2 ചെക്കന്മാരെയും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിടി, എന്നാലും എനിക്കൊരു പേടി. ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട മോനെ, ചേച്ചിയുടെ പേടിയൊന്ന് മാറ്റിക്കൊടുക്കടാ. ചേച്ചിയെ മന്ത്ര കവാടത്തിലേക്ക് ഒന്ന് നയിക്കേണ്ട കുട്ട എന്ന് പറയുമ്പോഴേക്കും ആ ചെക്കൻ ചില കുസൃത്തരങ്ങൾ കാണിക്കുന്നതും അമ്മയുടെ ശബ്ദങ്ങളും ഒക്കെയുണ്ട്. എടി, എന്നാലും നിനക്കൊരു നാണോ പേടിയില്ല? ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ? അതിന് ചേച്ചിയുടെ മുഖമില്ലല്ലോ, അവൻ്റെ മുഖമില്ല. ഇത് നമുക്ക് അല്ലാതെ കണ്ട് രസിക്കാനാണ്. എടി, ശബ്ദമൊക്കെ വരുന്നു. ശബ്ദമൊന്നും സാരമില്ല, ശബ്ദമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാന്നേ, ഒരു പ്രശ്നമില്ല. ചേച്ചി റിലാക്സ് ആകും. തുടർന്ന്
പച്ചയായ ചില കാര്യങ്ങളാണ് മാഡം. ആദ്യം ആ രണ്ടാണുങ്ങൾക്കും അമ്മയാണ് പ്രവേശന കവാടം ഒരുക്കി കൊടുത്തതെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുകയായിരുന്നു. എൻ്റെ അമ്മായിമ്മയുടെ ജോലി അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എൻ്റെ അമ്മയെ അഭിനന്ദിക്കുന്നുണ്ട്. ചേച്ചി എന്തായാലും ഒറ്റത്തവണ തന്നെ 2 പക്ഷികളെ വെടിവെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേച്ചി ഒരു മിടുക്കിയായ വേട്ടക്കാരി തന്നെയെന്നും. അപ്പോൾ അമ്മ പറയുകയാണ്, എടീ പണ്ട് എൻ്റെ ഭർത്താവ് നന്നായിരുന്ന സമയത്ത് ഞാൻ എന്ത് നന്നായിരുന്നു. ഇപ്പോഴല്ലേ എല്ലാം മറന്നുപോയി കിടക്കുകയായിരുന്നു. നീ വന്നേ പിന്നെ ഉഷാറായി. ചേച്ചി എന്താ കാളെ അമർന്നതുപോലെ അമർന്നത്? അപ്പോഴേക്കും അമ്മ തിരിച്ച് നീ അങ്ങ് മുക്ര ഇടുകയായിരുന്നല്ലോ 2 ചെക്കന്മാരെ എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയുന്നു മാഡം. ശരിക്കും അതിനകത്ത് കുറേയധികം പുറത്ത് പറയാൻ പറ്റാത്ത സംഭാഷണങ്ങളൊക്കെയുണ്ട്. ചുമ്മാ തലങ്ങും വിലങ്ങും വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇതൊക്കെ കണ്ട് ശരിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒത്തിരി വിഷമമായി. ചേട്ടാ ശരിക്കും ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ചുമ്മാതിരുന്ന ചേട്ടൻ്റെ അമ്മയെ കൂടെ കൊണ്ടുപോയി എൻ്റെ അമ്മ ചീത്തയാക്കില്ലെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് 2 പേരെയും വിളിച്ചിരുത്തി തെളിവുകൾ കാണിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു. വഴക്കും വക്കാണവും ഉണ്ടാക്കാതെയാണ് ആദ്യം ഞങ്ങൾ തുടങ്ങിയത്. ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അമ്മായിമ്മ പിന്നെയും ചിണുങ്ങാനും കുടുങ്ങാനും തുടങ്ങി. അത് പിന്നെ ഞങ്ങൾ ഇത്രയൊക്കെ പ്രായമായെങ്കിലും ഞങ്ങളുടെ മോഹങ്ങളൊന്നും ഇപ്പോഴും പോയിട്ടില്ല. ഭർത്താക്കന്മാർ നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വഴിക്ക് പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ അവരെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്തു. ഇങ്ങനെയല്ല കാണിക്കേണ്ടത്, വീട്ടുകാരോട് തീർത്ഥാടനമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകരുത്. ഏതാണ് ആ 2 ചെക്കന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു അമ്മായിമ്മയാണ് ആ ചെക്കന്മാരെല്ലാം കണ്ടെത്തിയതെന്നും. അമ്മായിമ്മ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ്. അവിടെ നിന്ന് കിട്ടിയ 2 ചെക്കന്മാരാണ്. അവർ 2 പേരും തിക്ക് ഫ്രണ്ട്സാണ്. അവർ വഴിയാണ് അവർ 2 പേരും കൂടി ടൂറിന് പോയതെന്ന് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഭാര്യ സ്വന്തം അമ്മയോട് പറഞ്ഞു, അമ്മ ആദ്യമായിട്ടല്ല ഇങ്ങനെ ടൂർ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. ആദ്യമായിട്ട് പോകുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നല്ല പേടി കാണും. ഇവിടുത്തെ അമ്മയെ കൂടെ അമ്മ നശിപ്പിച്ചു. അമ്മയ്ക്ക് നേരത്തെയും ഇങ്ങനെ ടൂർ പോയി പരിചയമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് അച്ഛൻ വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഇരിക്കുന്നത് കണ്ടെന്ന് വെച്ചിട്ട് അമ്മ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അയാളുടെ ചുറ്റിക്കളയൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോഴാണ് ഞാനിത് തുടങ്ങിയത്. എനിക്ക് അയാളെ മടുത്തു. അവിടെ നിൽക്കാൻ വയ്യ. അയാൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. നാട്ടുകാരറിഞ്ഞ് വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ ഇന്നുവരെ നാട്ടുകാരറിഞ്ഞ് ഒന്നിനും പോയിട്ടില്ല. എല്ലാം രഹസ്യമായിരുന്നു എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മ കുറ്റം പറയുകയാണ്. 2 പേരും ഒരേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലെന്ന്. പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അമ്മായിമ്മ വന്ന് അമ്മയെ ഇളക്കിയതാണെന്നും അറിയില്ല. എൻ്റെ അച്ഛൻ വരുമ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അമ്മായിമ്മയെ പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ പോട്ടെ. എന്തായാലും ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പല രസങ്ങളും തിരിച്ചു കിട്ടും. എനിക്കും ആഗ്രഹമുണ്ട്. നീയൊക്കെ മാത്രം ഈ പ്രായത്തിൽ ഇങ്ങനെ നടന്നാൽ പോരാ. ഞങ്ങൾക്കും പല ഇമ്പങ്ങളും വേണം എന്നുള്ള രീതിയിലാണ് 2 പേരും സംസാരിക്കുന്നത്. ഇനി എൻ്റെ അച്ഛൻ വന്ന് ഇത് ഞങ്ങൾ പറഞ്ഞ് അച്ഛനുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അമ്മയും അമ്മായിമ്മയും കൂടെ ഇറങ്ങിപ്പോകുമെന്നും വേറെ ആരൊക്കെയോ അവർക്ക് സപ്പോർട്ടുണ്ടെന്നും വീടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്നും ജീവിക്കാൻ വേറെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമെല്ലാം മാഡം ഒത്തിരി വൃത്തികെട്ട പടങ്ങൾ അയച്ച് പലരുമായിട്ടും ഇവർ ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നൊരവസ്ഥയിലാണ് മാഡത്തിന് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. മാഡം എന്ത് ചെയ്യണം എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും അവർ വീട് വിട്ടു പോകുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ ഒരു 40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ചെറുപ്പക്കാരികളും പ്രായമായവരും എല്ലാവരും സ്വതന്ത്രമായ ജീവിതത്തിന് വേണ്ടിയിട്ട് കേഴുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. 60 വയസ്സുകാർ പോയെന്ന് പറഞ്ഞാലും അവിടെ ആളുകൾ കാത്തിരിപ്പുണ്ട്. പക്ഷേ അത് നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. അവരെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്നോ അഭയം കൊടുക്കുന്നോ ഒന്നുമല്ല. താൽക്കാലികമായിട്ട് ആര് വേണമെങ്കിലും എന്ത് സഹായം ചെയ്യുമല്ലോ. കാര്യം ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അതല്ലാതെ ഒരു വിവാഹബന്ധം പോലോ കുടുംബജീവിതം പോലോ ഒന്നും നല്ലത് ഇതിൽ നടക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രസം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അച്ഛനാണെങ്കിലും അനുസരിക്കില്ല. പിന്നെ മക്കളെന്നുള്ള നിലയിൽ 2 പേരോടും നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രായമായ സമയത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒക്കെ 100
തവണ വേണമെങ്കിൽ പറയാം. അതല്ല, അവരെ അനുനയിപ്പിച്ച് ഒരു കൗൺസിലിങ്ങിനെ മറ്റേ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്കൊരു നല്ല ഉൾക്കാഴ്ച കിട്ടും. പക്ഷെ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? അവരുടെ വിധി അവർ തന്നെ നിർണ്ണയിക്കേണ്ടി വരും. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, അത് നിങ്ങൾ നേരിടേണ്ടി വരും. അവർ പോയി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങളും അതൊക്കെ കാണേണ്ടി വരും. അതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാരണം ആലോചിച്ച് നോക്കിയേ, ചെറുപ്പക്കാർ ഇപ്പോൾ കോലാഹലം ഉണ്ടാക്കുന്നു, പല പ്രശ്നങ്ങളും ചെന്ന് ചാടുന്നു, വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. നമ്മൾ പറയും ഇപ്പോഴത്തെ യൂത്ത് അവരുടെ കുഴപ്പമാണ്, അവരുടെ തലച്ചോറെല്ലാം ഇങ്ങനെയുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് എന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്രായമായ ഈ അമ്മച്ചിമാർ പോലും ആ വൈബിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെയോ മൊബൈൽ ഫോണിനെയോ ഒക്കെ കുറ്റം പറഞ്ഞേക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ സോഴ്സുകളുണ്ടെങ്കിൽ മനുഷ്യർ മാറിപ്പോകുന്നു. അതിനെ നമുക്ക് കാലത്തിൻ്റെ മാറ്റം വന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം പല നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് അവരെ നിയന്ത്രിച്ച് നിന്നു. നിയന്ത്രണങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ ഉള്ളിലെ മൃഗവാസന ഇളകിയ ആൾക്കാർ കുടുംബം എന്നൊന്നും നോക്കാതെ എന്തിനോ വേണ്ടി ഇങ്ങനെ അങ്ങ് ഓടി നടക്കുകയാണ്. ചിലപ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയേക്ക് സ്നേഹത്തോടുകൂടി പറഞ്ഞ് ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു നിൽക്കുകയും നിവർത്തിയുള്ളൂ. കാരണം അവർ പ്രായപൂർത്തിയായ ആളുകളാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെയല്ലേ മകനാണെങ്കിലും മരുമകൾക്കാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടുപേരും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് അവരുടെ ഗതി എന്ന് വിചാരിക്കുക. പക്ഷെ ശ്രമിക്കാതിരിക്കരുത്. പലതും പറഞ്ഞ് അവരെ മാറ്റാൻ ശ്രമിക്കണം. പണ്ട് കാലത്ത് മാതാപിതാക്കളായിരുന്നത് ടയറിരുന്നത്. ഇപ്പം മക്കൾക്കും ആ ഒരു ഗതി വന്നല്ലോ എന്നോർക്കുമ്പം ശരിക്കും കാലത്തിൻ്റെ മാറ്റങ്ങളെ, കുടുംബം, കുട്ടികൾ, അന്തസ്സ് ഇതൊന്നുമല്ല, രസങ്ങളാണ് പ്രാധാന്യം എന്ന് കൽപ്പിക്കുന്ന സ്ഥലത്ത് മറ്റെല്ലാ ആളുകളും മറക്കും. ആ സമയത്ത് നമ്മുടെ ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ ഉപായങ്ങൾക്കോ വിലയുമില്ലാതാകും. ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും പാർട്ട്നേഴ്സ് തമ്മിൽ, പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇമ്പത്തോടു കൂടി പെരുമാറാൻ മനഃപൂർവ്വം ഒരു തയ്യാറെടുക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രായം കഴിയുമ്പോഴേക്കും മടുത്തു എന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാകും. എല്ലാവരും താറുമാറായി പോകാനുള്ളൊരവസരമാണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഫാമിലി കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ട സമയമാണ്. പക്ഷേ എത്ര പേർ സഹകരിക്കും നമുക്കറിയാത്തത് കൊണ്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.